ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 34 സൈസ് ബ്രായുടെ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ പാറ്റേൺ വെച്ച് ഒരു വൈറ്റ് തുണിയിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇത് നമ്മൾ റൗണ്ട് സ്റ്റിച്ചിന് ഞാനിവിടെ ഇങ്ങനെ ഈ തുണിയുമേ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ഇഞ്ച് അങ്ങനെ ഞാൻ ആ പാറ്റേണിൽ കാണിച്ചു തന്നായിരുന്നു. അത് നമുക്ക് ആദ്യം തന്നെ അതിങ്ങനെ തയ്ച്ചെടുക്കാം റൗണ്ടായിട്ട്. അങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നമ്മൾ അത് വേണമെന്നുള്ളവർ വരച്ചിട്ട് അതുമ്മ കൂടെ തയ്ച്ചാലും മതി കേട്ടോ. ഞാനൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ തയ്ക്കുന്നത്. അതൊരു 1/4 ഇഞ്ചായിട്ട് ഇങ്ങനെ തയ്ക്കുകയാണെങ്കിലും ഭംഗിയാവും കേട്ടോ. കണ്ട ഇങ്ങനെ തയ്ച്ചെടുക്കുക. കാണുന്നുണ്ടോ സ്റ്റിച്ച്? ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് ഇതിനും അങ്ങനെ തയ്ച്ചെടുക്കാം. വൈറ്റ് തന്നെ ആയതുകൊണ്ട് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് താഴത്തുള്ള പീസും തയ്ച്ചെടുക്കണം. നമുക്ക് ഈ പീസ് അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. കണ്ട, ഇതും നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 4 പീസും നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സെൻറ്ററിൽ ചെറിയൊരു ഡിസൈൻ പോലെ ഇത് വരാനായിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് കാണിയില്ലേ, അതൊന്ന് നമ്മൾ ലോങ് സ്റ്റിച്ചാക്കി ഇടണം. ആദ്യം ലോങ് സ്റ്റിച്ചാക്കി ഇട്ടതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യാനായിട്ട്. ഞാനതിങ്ങനെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തയ്ച്ചിരിക്കുന്ന സ്റ്റിച്ചുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് റൗണ്ട് കറക്റ്റ് വരാനായിട്ട് ഒരൊപ്പം വയ്ക്കുക. എന്നിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക.
കണ്ടോ, നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നിവർത്തി ഇതിൻ്റെ ഈ തയ്യലില്ലേ ഇതിങ്ങനെ നിവർത്തുക. ഇങ്ങനെ നിവർത്തിയിട്ട് നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു വിടവ് വരണം, കാണുന്നുണ്ടോ ഒരു ഗ്യാപ്പ്. നമ്മളതിങ്ങനെ ലോങ് സ്റ്റിച്ചിട്ട് തയ്ച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചാൽ അങ്ങനെ വരും. അത് എന്നിട്ട് വലിച്ചു പിടിച്ച് നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനെ പതിച്ചൊന്ന് തയ്ച്ചു കൊടുക്കണം. സൈഡ് പതിച്ചടിക്കുമ്പോൾ ലോങ് സ്റ്റിച്ച് മാറ്റിക്കോ കേട്ടോ, ലോങ് സ്റ്റിച്ച് വേണമെന്നില്ല. ഒരു സൈഡ് തയ്ച്ചിട്ട് പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി പതിച്ചടിക്കാം. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും തയ്ച്ചെടുക്കാം. നെക്കിൻ്റെയും ആം ഹോളിൻ്റെയും വശം തെറ്റാണ്ട് തയ്ച്ചോളൂ കേട്ടോ. അത് പാറ്റേണിൽ നമ്മൾ അടയാളപ്പെടുത്തിയ പോലെ തന്നെ തുണിയിലും നമ്മളത് മറക്കാണ്ട് ചെയ്തോളാം. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് തയ്ക്കുക. കാണി വലുതാക്കി തയ്ക്കുക. അതിനുശേഷം നിവർത്തി വെച്ച് ഇതൊന്ന് നിവർത്തി കൊടുത്ത് ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം പതിച്ചടിക്കുക. നമ്മൾ രണ്ട് സൈഡും അങ്ങനെ തയ്ച്ചിട്ടുണ്ട്. കണ്ട, രണ്ട് സൈഡും അങ്ങനെ തയ്ച്ചു. ഇനി നമുക്ക് വേണ്ടത് ദേ ഈ സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ. ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നെക്ക് ഈ വശമല്ലേ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് ചെറുതായി വെട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മറച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലൈസൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ലൈസ് വെച്ചിട്ട് തയ്ക്കാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ലൈസ് വെച്ചാണ് തയ്ച്ച് കാണിക്കുന്നത്.
ക്രോസ് പീസ് വെക്കാനായിട്ട് ഒരുവിധം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ക്രോസ് പീസ് ആണെങ്കിലും ഇതുപോലെ തന്നെ നല്ല വശത്ത് വെച്ച് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ തയ്ച്ചെടുക്കുക, ഉള്ളിലേക്ക് പതിച്ചെടുക്കുക കേട്ടോ. ഇത് ഞാൻ ഇങ്ങനത്തെ ചെറിയൊരു ലൈസ് വാങ്ങിയിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഇങ്ങനെ കൈയുടെ ഈ ആം ഹോളിൻ്റെ അവിടെ തൊട്ട് ഇങ്ങനെ തയ്ച്ച് തുടങ്ങാം. ഇങ്ങനെയാണ് കേട്ടോ ലൈസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നല്ല വശത്തെ കൂടെ നമുക്കിങ്ങനെ തയ്ച്ച് കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇങ്ങോട്ട് ഇതിങ്ങനെ തയ്ക്കാം, മറച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം കേട്ടോ. കണ്ട ഇത്രയും നമ്മുടെ ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്രയും അളവ് ഈ വേസ്റ്റിൻ്റെ ഇവിടം വരെ എത്ര വരുന്നുണ്ടെന്ന് ടൈപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. കണ്ട 14.5 ഇഞ്ചാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കിട്ടണത്. 14.5 ഇഞ്ച്. അപ്പം അതിന് മുന്നേ നമുക്കിത് ഇവിടെ ഒരു വി ഷേപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെയൊന്നും ഇത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുനിപ്പുണ്ട് സംഭവം. നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് ആ പാറ്റേണിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് തയ്യലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് കണ്ട അവിടെ ഒന്ന് നമുക്കൊന്ന് ചെറിയൊരു ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് ചെറിയൊരു ക്രോസ് പീസ് തയ്ച്ച് മറക്കാം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം അവിടെ തിരിച്ചു കൊടുത്ത്
ഇനി നമ്മൾ ഇവിടം വരെ അളന്ന ഇതിൽ 14.5 ഇഞ്ച് അതിൻ്റെ ഒരു പട്ട നമുക്കിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചിലരിവിടെ അലാസ്റ്റിക് ആയിരിക്കും വെക്കുക. അങ്ങനെ വെച്ചുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ ഈ സൈഡും കൂടി ഇങ്ങനെ മടക്കി തയ്ച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് അലാസ്റ്റിക് വെച്ച് തയ്ച്ച് പിടിപ്പിക്കാം. ഞാനപ്പോൾ ഇവിടെ ഒരു പട്ടയാണ്, തുണി തന്നെയാണ്, അലാസ്റ്റിക് അല്ല വെക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഞങ്ങളുടെ 14.5 ഇഞ്ചിലൊരു തുണി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഈ നല്ല വശത്തു നിന്നല്ല അപ്പുറത്തുനിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. മറച്ച് ഒന്ന് പതിച്ചടിക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു മടക്ക് ഇങ്ങനെ മടക്കി അങ്ങനെ കണ്ട, അങ്ങനെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം ബാക്കിലേക്ക് വേണ്ടത് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്കിത് ഇവിടെ മടക്കി തയ്ക്കണം. ഇവിടെ ഇങ്ങനെ നമുക്ക് മടക്കി തയ്ക്കാം. അതിനായിട്ട് ഞാൻ ഒരു മടക്ക് ആദ്യം മടക്കി പിന്നെ ഒരു ചെറിയ മടക്കും കൂടി മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ. ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ലൈസ് വേണമെങ്കിൽ ലൈസ് വയ്ക്കാം. നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഭംഗി ഏതാ നമുക്ക് ഇഷ്ടം എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് അത് തയ്ക്കാം. ഈ സൈഡും താഴ്വശവും നമുക്കൊന്നിങ്ങനെ മടക്കി തയ്ക്കണം. നമുക്ക് ഇതേപോലെ കുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും ഉണ്ട്. അത് നമുക്ക് ഇതുമ്മ വെച്ച് തയ്ച്ച് പിടിപ്പിക്കാം. കണ്ടോ, ഇവിടെ നമുക്കത് എങ്ങനെ തയ്ക്കണേ നോക്കാം. ഇവിടെ അങ്ങനെ ഞാൻ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ആദ്യം ഒരു തയ്യൽ തയ്ക്കുക. ഇവിടെ ഒന്ന് തയ്ച്ച് വിടാം. കണ്ട,
ഇത് അതേപോലെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. രണ്ട് സ്റ്റിച്ച് തയ്ച്ചോളൂ കേട്ടോ, 2 3 തയ്ച്ചോ എന്നാൽ ഉറപ്പിന് വേണ്ടിയത്. അതിന് ശേഷം അതിങ്ങനെ മറച്ചിട്ട് അവിടെ ഒന്നിങ്ങനെ തയ്ച്ച് വിടാം. ഓക്കെ, കണ്ടപ്പോൾ നമ്മുടെ കുടുക്ക് വെക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഇത് നമുക്കിങ്ങനെ തയ്ച്ചത് ഇതും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തയ്ക്കുക, എന്നിട്ട് മറച്ച് തയ്ക്കുക. അങ്ങനെ തയ്ച്ചതിന് ശേഷം അതിങ്ങനെ മറച്ചിട്ട് അവിടെ ഒന്ന് പതിച്ചടിച്ച് വിടുക. കണ്ട, അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും തയ്ച്ചു എലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എലാസ്റ്റിക് ഇങ്ങനത്തെ മേടിക്കാൻ കിട്ടും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, എലാസ്റ്റിക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ പഴയ ഒരു ഇതിൽ നിന്നാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ എലാസ്റ്റിക് മാത്രം ഇതേപോലത്തെ കുക്കുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ റൗണ്ട് ബട്ടണൊക്കെ, ഇങ്ങനത്തെ ബട്ടണൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മേടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ആക്കി തയ്ക്കാം. അപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയത് ഒരു ഇതിൽ നിന്ന് എടുത്തതാണത്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു കണ്ട, ഇങ്ങനെ ഇട്ടിട്ട് ഞാനത് ഇവിടെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാം. ബാക്കിൽ നമുക്കത് ഇവിടെ അതിങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാം. ഒരു 5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കുക്കിൻ്റെ എലാസ്റ്റിക് കഴിഞ്ഞിട്ട് ഒരു 5 ഇഞ്ച് ഇങ്ങോട്ട് വിട്ടതിന് ശേഷം നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇവിടെ നിങ്ങളുടെ ഒരു 5 ഇഞ്ച് വിട്ടിട്ട് നമുക്കിവിടെ അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവരെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.